ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ. അപ്പം നമ്മളൊന്ന് പറയാൻ പോകുന്നത് നമ്മുടെ ഷോമി 15ന്റെ ഒരു പ്രോസും കോൺസും ആണ്. നിങ്ങൾക്കറിയായിരിക്കും ഈ സാധനം നമ്മുടെ 60,000 രൂപയ്ക്ക് താഴെ നിങ്ങളൊരു സ്മാർട്ട് ഫോൺ നോക്കുകയാണെങ്കിൽ വൺ ഓഫ് ദി ബെസ്റ്റ് സ്മാർട്ട് ഫോൺ എന്ന് തന്നെ പറയാം. എസ്പെഷ്യലി നമ്മൾ പെർഫോമൻസും അതുപോലെ തന്നെ സ്പെക്സും കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ ഒരു കിടിലൻ സാധനം എന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ ഇപ്പോൾ നിങ്ങൾക്കറിയാം ഇപ്പോൾ ഭയങ്കര ട്രെൻഡിങ് ആയിട്ടിരിക്കുന്ന പരിപാടിയാണ് കോമ്പാക്ട് ഫോണുകൾ. ഇപ്പോൾ കുറേ എല്ലാ ബ്രാൻഡുകളും ഇപ്പോൾ കോമ്പാക്ട് ഫോൺ ഇറക്കി തുടങ്ങിയിട്ടുണ്ട്. എന്നുവെച്ചാൽ ആദ്യം നമുക്ക് ആകെ ഐഫോൺ ഉണ്ടായിരുന്നു, സാംസങ്ങിന്റെ S25, S24 അങ്ങനത്തെ സീരീസ് ഉണ്ടായിരുന്നു, അങ്ങനത്തെ കുറച്ച് പിക്സൽ സീരീസ് ഉണ്ടായിരുന്നു, അങ്ങനത്തെ കുറച്ച് മാത്രമേ ഉണ്ടാവുള്ളൂ. ഇപ്പോൾ പക്ഷേ എല്ലാ ബ്രാൻഡുകളും ഇതുപോലെ കോമ്പാക്ട് ഫോണുകൾ ഇറക്കി തുടങ്ങി. വിവോ അവരുടെ പ്രോ മോഡൽ മിനി ഇറക്കി തുടങ്ങി, X സീരീസിൽ ഷോമിയുടെ ഇത് ഇറങ്ങി തുടങ്ങി, എല്ലാ ബ്രാൻഡും ഇറക്കി തുടങ്ങിയിട്ടാ. അപ്പോൾ നമ്മളൊന്ന് പറയാൻ പോകുന്നതിൻ്റെ കുറച്ച് പ്രോസും കോൺസും ആണ്. ഇത് ആക്ച്വലി നമുക്ക് ഓഫർ കഴിഞ്ഞിട്ട് നമുക്ക് ഓൾമോസ്റ്റ് 50,000 രൂപയ്ക്ക് 59,000 രൂപയ്ക്ക്, അതായത് ഓൾമോസ്റ്റ് 60,000 രൂപയ്ക്ക് സാധനം നമുക്ക് ICICI ബാങ്ക് കാർഡ് ഡിസ്കൗണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കിട്ടും 60,000 രൂപ താഴെ. അപ്പോൾ 60,000 രൂപ താഴെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ തന്നെ ഇതിൻ്റെ മെയിൻ സ്പെക്സ് എന്ന് പറയുന്നത് നമുക്ക് 12 GB 512 GB സ്പെക്സ് വരുന്നുണ്ട്. പിന്നെ നമുക്ക് സ്നാപ്ഡ്രാഗൺ 888 പ്രൊസസ്സറും വരുന്നുണ്ട്. അപ്പോൾ ആ ഒരു എന്താ പറയുക കാറ്റഗറിയിൽ വൺ ഓഫ് ദി ബെസ്റ്റ് തന്നെ പറയുന്നത്. എന്താ വെച്ചാൽ ഈ കാറ്റഗറിയിൽ ഈ പ്രൈസ് റേഞ്ചിൽ വേറെ ഫോണുകൾ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ വിവോ X200 ഉണ്ട്, നമ്മുടെ പിക്സൽ 9 ഉണ്ട്. അപ്പോൾ അത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇതിന് ഭയങ്കര സ്പെക്സ് കൂടുതലാണ്. അപ്പോൾ X200 ആയാൽ തന്നെ 65,000 രൂപ കൊടുത്താൽ തന്നെ നിങ്ങൾക്ക് സാധനം കിട്ടുള്ളൂ. കിട്ടിയാൽ തന്നെ നിങ്ങൾക്ക് 256 GB വേരിയൻ്റ് കിട്ടുള്ളൂ. അപ്പോൾ ഓൾമോസ്റ്റ് ഡബിൾ നമുക്കിതിൽ മെമ്മറി വരുന്നുണ്ട്. അപ്പോൾ മെമ്മറി അതായത് നിങ്ങൾക്ക് ഭയങ്കര ആവശ്യമുള്ള സംഭവമായിരിക്കും. എന്താ വെച്ചാൽ പ്രത്യേകിച്ച് നിങ്ങൾ ഫോട്ടോസും ക്യാമറ പിക്സും വീഡിയോസൊക്കെ എടുക്കുന്നുണ്ടെങ്കിൽ എന്തായാലും നല്ല എന്താ വെച്ചാൽ ഇപ്പം നിങ്ങൾക്ക് അറിയായിരിക്കും 128 GB എന്ന് പറയുന്നതൊക്കെ ഭയങ്കര കുറവാണ്. 128 GB ഒക്കെ കുറേ ബ്രാൻഡുകൾ നിർത്തി, ഇപ്പോഴും ഐഫോൺ നിർത്തിയിട്ടില്ല, പക്ഷേ ഇവർ നിർത്തി. അപ്പോൾ 256 GB വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത്. 256 GB അപ്പോൾ ഭയങ്കര ബേസ് മോഡലാണ്, അതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ 512 രൂപയ്ക്ക് നിങ്ങൾക്ക് 60,000 രൂപയ്ക്ക് പ്രൈസ് തരുന്നത് എനിക്ക് തോന്നാൻ വേറെ ഒറ്റ ബ്രാൻഡും തരുന്നില്ല. അതൊരു മെയിൻ ഹൈലൈറ്റ് ആണ്, അത് പറയാണ്ടിരിക്കാൻ വയ്യില്ല. അല്ല, അപ്പോൾ നമുക്ക് എന്തായാലും ഇതിൻ്റെ പ്രോസിലേക്ക് കോൺസിലേക്ക് പോകാം. ഞാൻ ആക്ച്വലി കുറച്ച് പ്രോസും കോൺസൊക്കെ ഇതിൽ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ആദ്യത്തെ പ്രോസ് എന്ന് പറയാനുള്ളത് നമുക്ക് ഡിസ്പ്ലേ ആണ്. പറയുമ്പോൾ ഇതിൽ നമ്മുടെ സ്മോൾ ഡിസ്പ്ലേ ആണ് വരുന്നത്, കോമ്പാക്ട് ഫോൺ ആയതുകൊണ്ട് തന്നെ. പക്ഷേ നല്ല ക്വാളിറ്റി ഡിസ്പ്ലേ ആണ്. നിങ്ങൾക്കിപ്പോൾ എന്താ പറയുക വ്യൂയിങ് എക്സ്പീരിയൻസ്, പ്രത്യേകിച്ച് നിങ്ങൾക്കിപ്പോൾ എന്താ പറയുക മീഡിയ കൺസെപ്ഷൻ ആയിക്കോട്ടെ, യൂട്യൂബിനായിക്കോട്ടെ, എല്ലാ കൺസെപ്ഷൻ ആയിക്കോട്ടെ കിടിലൻ സാധനം തന്നെയാണ്. നമുക്ക് LTPO ഡിസ്പ്ലേ തന്നെയാണ് വരുന്നത്. എന്താ പറയുക നമ്മുടെ ഗെയിമിങ്ങിനായിക്കോട്ടെ എല്ലാത്തിനും വൺ ഓഫ് ദി ബെസ്റ്റ് ഡിസ്പ്ലേ എന്ന് തന്നെ പറയാം ഈ റേഞ്ചിൽ വരുന്നത് കേട്ടോ. പിന്നെ പെർഫോമൻസ് ആണ്. പെർഫോമൻസ് ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ, നമുക്ക് സ്നാപ്ഡ്രാഗൺ 888 ആണ് വരുന്നത്. ബാക്കി വരുന്ന സ്നാപ്ഡ്രാഗൺ 888 പ്രൊസസ്സർ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇതിൽ AnTuTu സ്കോറൊക്കെ കുറച്ച് കുറവായിരിക്കും. എന്താ കോമ്പാക്ട് ആണ്, അപ്പോൾ അതിൻ്റെ പെർഫോമൻസ് പക്ഷേ നിങ്ങൾ AnTuTu സ്കോർ വെച്ചാൽ ഒരു സാധനം എന്താ പറയുക ജഡ്ജ് ചെയ്യരുത് കേട്ടോ. എന്ന് വെച്ചാൽ അത് വെറും ഒരു ബെഞ്ച് മാർക്കാണ്. നിങ്ങൾക്കിപ്പോൾ ഈ സാധനം തന്നെ ഇപ്പോൾ പിക്സലിനെ നോക്കിക്കഴിഞ്ഞാൽ ബെഞ്ച് മാർക്കൊക്കെ ഭയങ്കര കുറവ്, 10,000 1 മില്യണൊക്കെ കാണിക്കുക. അതായത് ഈ സാധനം പക്ഷേ ലാഗോ സംഭവമൊന്നുമില്ല പറയുമ്പോൾ ഗെയിമിങ്ങിനെ പറ്റിയില്ലെങ്കിലും. പക്ഷേ നോർമൽ പെർഫോമൻസ് ആയിക്കോട്ടെ, നമുക്ക് മൾട്ടി യൂസിനായിക്കോട്ടെ ഒരു പ്രശ്നമില്ല. ഞാൻ ഇപ്പോൾ ഓൾമോസ്റ്റ് ഒരു 2-3 ആഴ്ചയായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്, ഒരു പ്രശ്നമില്ല. അപ്പോൾ പവർ ഇതിൻ്റെ അത്ര വരുന്നില്ലെങ്കിലും പക്ഷേ ആ സാധനം യൂസ് ചെയ്യാൻ അവരുടെ ഓപ്റ്റിമൈസേഷൻ കൊണ്ട് തന്നെ ഒരു പ്രശ്നമില്ല യൂസ് ചെയ്യാൻ. ഗെയിമിങ്ങിന് മീഡിയം ഗെയിമിങ്ങിനൊക്കെ പറ്റുള്ളൂ എന്ന് മാത്രം. അപ്പോൾ ഗെയിമിങ്ങിന് എന്തായാലും ആരും പിക്സൽ ഫോൺ എടുക്കില്ല. അപ്പോൾ ഞാൻ പോയി പിക്സലായി പോയി. എന്താ വെച്ചാൽ ഇതിൻ്റെ ഓരോ കോമ്പറ്റീഷനിൽ വരുന്ന ഒരു സാധനമാണ്. അപ്പോൾ അതുകൊണ്ടാണ് എൻ്റെ കാര്യം പറഞ്ഞു കേട്ടോ. മൂന്നാമത്തേന്ന് പറയുന്നത് നമ്മുടെ ഇതിൻ്റെ റിയർ ക്യാമറാസ് ആണ്. അതായത് 3 ക്യാമറാസ് വരുന്നില്ല 50 മെഗാപിക്സലിൻ്റെ. അത് എടുത്ത് പറയുന്ന ഒരു സംഭവം തന്നെയാണ്. ഞാൻ അതിൻ്റെ കേസ് പോരാട്ടോ, എടുത്ത് പറയുന്ന ഒരു സാധനം തന്നെയാണ്. ഹൈലി റെക്കമെൻഡ് ആയിട്ടുള്ള ഒരു ക്യാമറ സ്പെക്സ് ആണ് സാധനത്തിൽ വരുന്നത്. പറയുമ്പോൾ ഫ്രണ്ടും റിയറും നല്ല ക്യാമറ സ്പെക്സ് തന്നെയാണ് വരുന്നത്. പക്ഷേ ഫ്രണ്ടിൻ്റെ അത് ഞാൻ കോൺസിൽ പറയാം, അത് ഒരു കോണാണ്. അപ്പോൾ ഫ്രണ്ട് ക്യാമറയിൽ വീഡിയോ ആയിക്കോട്ടെ പിക്സ് ആയിക്കോട്ടെ നല്ല കിടിലൻ സാധനമാണ്. ഞാൻ അതുകൊണ്ട് ഇതിൻ്റെ റിവ്യൂ വീഡിയോയിലൊക്കെ അതിൻ്റെ കാണിച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാൻ ക്യുക്കായിട്ടുള്ള ഒരു പ്രോസും കോൺസും പറഞ്ഞു പോകണം. അപ്പോൾ ഹൈലി റെക്കമെൻഡ് ഒരു ഫ്രണ്ട് റിയർ ക്യാമറാസ് കേട്ടോ. 50 മെഗാപിക്സലിൻ്റെ, അതും ലൈക്കാ ട്യൂൺഡാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ പ്രത്യേക എന്താ പറയുക ഫിൽറ്റേഴ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ നമുക്ക് പറയാനുള്ളത് ഗെയിമിംഗ് പർപ്പസിന് നമുക്ക് ഈ സാധനം വേണമെങ്കിൽ ഉപയോഗിക്കാം, ഒരു പ്രശ്നങ്ങളും ഇല്ല. വാമിങ്ങും ചെറുതായിട്ടൊക്കെ ഉണ്ടായിരിക്കും, ചെറിയ ഫോൺ ആയതുകൊണ്ട് തന്നെ ചൂടാവലും സംഭവങ്ങളൊക്കെ ചെറുതായിട്ടുണ്ട്. അതെന്തായാലും ഞാൻ അത് ഇതിൽ പറയാം. പിന്നെ 512 GB 60,000 രൂപ താഴെ നിങ്ങൾക്ക് വേറെ എവിടെയും കിട്ടില്ല. പിന്നെ ബോക്സിൽ ഫുൾ സാധനങ്ങളുണ്ട്. നമുക്ക് ഫാസ്റ്റ് ചാർജിങ് അടക്കാം, കേബിൾ എല്ലാ സംഭവങ്ങളും നമുക്ക് കേസ് അടക്കാം. നല്ലൊരു എന്താ പറയുക TPOൻ്റെ ബ്ലാക്ക് കേസ് അടക്കം നമുക്ക് ഈ സാധനത്തിൽ വരുന്നുണ്ട്. അത് എടുത്ത് പറയുന്ന ഒരു സംഭവം തന്നെയാണ്, ഇൻക്ലൂഡിങ് സ്ക്രീൻ ഗാർഡ്. അപ്പോൾ അത് ഒരു പ്രോസ് തന്നെയാണ്. എന്ന് വെച്ചാൽ ഇപ്പോഴത്തെ സംഭവത്തിൽ കാണാത്തൊരു സംഭവം അതൊക്കെ. അപ്പോൾ അതൊക്കെ മെയിൻ പ്രോസ് തന്നെയാണ് കേട്ടോ. ഇനി കോൺ എന്ന് പറയാനുള്ളത് മെയിൻ എന്ന് പറയുന്നത് നമുക്ക് ഹൈ പ്രോയ്സ് ആണ്. ഹൈ പ്രോസർ നമുക്ക് ഫുള്ളി പറയാൻ പറ്റില്ല, പക്ഷെ അതിൽ വരുന്ന ആഡുകളാണ്. ഇതിൽ കുറേ ഉടായ്പ് ബ്ലോട്ട് വയസ്സുണ്ട്. സത്യം പറഞ്ഞാൽ അതാണ് കറക്റ്റ് ബ്ലോട്ട് വയസ്സ് തന്നെയാണ് ഇവരിൽ. എന്ന് വെച്ചാൽ
ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ നമുക്ക് അൺഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും. ഈ സാധനത്തിൽ കുറെ ഗെറ്റ് ആപ്സ് അങ്ങനത്തെ കുറെ കുതിര സാധനങ്ങളുണ്ട്. ഇവരുടെ ലോ ക്ലാസ് ബഡ്ജറ്റിൽ വരുന്ന ഫോണുകളിൽ വരുന്ന ആപ്പുകളൊക്കെ ഇതിലും കൊണ്ടിട്ടുണ്ട്. അതിൽ ഏത് നേരം നോട്ടിഫിക്കേഷൻ വന്നിട്ടിരിക്കും. നമ്മൾ എന്ത് ഓഫ് ചെയ്ത് വെച്ചാലും പിന്നെ നമ്മുടെ ആ ആപ്പിൽ നോട്ടിഫിക്കേഷൻ വന്നുകൊണ്ടിരിക്കും. മുകളിൽ വരില്ല എന്ന് മാത്രമേ ഉള്ളൂ, പക്ഷേ ആപ്പിൽ നോട്ടിഫിക്കേഷൻ അങ്ങനെ വന്നുകൊണ്ടിരിക്കും. അത് ഭയങ്കര ഒരു നെഗറ്റീവ് തന്നെയാണ്. ഞാൻ ഇതിൻ്റെ ഫിംഗർ പ്രിൻ്റ് കാര്യം പറയാഞ്ഞത് അത് പ്രോസിന് എടുത്ത് പറയാനില്ല എന്ന് വെച്ചാൽ ഇപ്പം ഈ റേഞ്ചിൽ വരുന്ന എല്ലാത്തിലും അൾട്രാസോണിക് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ടാണ് അത് പ്രോസിന് എടുത്ത് പറയാത്ത കേട്ടോ. പിന്നെ നമുക്ക് കോൺ പറയാനുള്ളത് സെൽഫി ക്യാമറയിലാണ്. നമ്മൾ ഓൾറെഡി പറഞ്ഞല്ലോ. എന്താ വെച്ചാൽ ഇതിൽ അത് സ്പെക്സിൻ്റെ കുഴപ്പമില്ല, ബഗ് ഇഷ്യൂ ആണ്. അതെന്തായാലും അവർക്ക് സോൾവ് ചെയ്യാൻ പറ്റും അപ്ഡേറ്റ് ത്രൂ. പക്ഷേ ഇപ്പം നിങ്ങൾ എടുക്കുന്ന സെൽഫിയിൽ ഒരു 10 എണ്ണം നിങ്ങൾ സെൽഫി എടുത്തു കഴിഞ്ഞാൽ ഒരു 7 എണ്ണം ആയിരിക്കും നല്ല ക്വാളിറ്റിയിൽ കിട്ടുക. ബാക്കിയൊക്കെ ഒന്നെങ്കിൽ അതിൽ ഗ്രെയിൻസോ അല്ലെങ്കിൽ എന്താ പറയുക പിക്സലൈസേഷൻ ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ കളറാക്കി അലമ്പാക്കി വെച്ചിട്ടുണ്ടായിരിക്കും. ഇത് ഇവരുടെ റിയർ ക്യാമറയിലും ഒരു 10 എണ്ണം എടുത്തു കഴിഞ്ഞാൽ 9 എണ്ണം കറക്റ്റായിട്ട് വരും. ഒരെണ്ണത്തിൽ ഇതേപോലെ ഇഷ്യൂസ് ഉണ്ട്. അത് ഗ്രെയിൻസ് അല്ല, കളറ് എന്ന് വെച്ചാൽ അവരുടെ HDR കുറച്ച് ഇഷ്യൂസ് ഉണ്ട്. ചില സമയത്ത് ഭയങ്കര ഡാർക്ക് ആയിരിക്കും, ചില സമയത്ത് പ്രത്യേകിച്ച് ഹ്യൂമൻ ഫേസുകളൊക്കെ വരുമ്പോൾ അങ്ങനെ കുഴപ്പമുണ്ട്. അതൊരു ഫിക്സ് ചെയ്യാനുള്ള സംഭവമുള്ളൂ. അത് ഞാൻ മെയിനായിട്ട് കോണൊന്നും എടുത്ത് പറയാൻ പറ്റില്ല അതിനെ. പക്ഷേ ഇത് നമ്മുടെ സെൽഫി ക്യാമറയിൽ വരുമ്പോൾ അത് എടുത്ത് പറയേണ്ട സംഭവമാണ്. വെച്ചാൽ കൂടുതൽ വെക്കുമ്പോൾ പെർസെൻറ്റേജ് കൂടുതലായിട്ട് ഇഷ്യൂസ് വരുന്നുണ്ട്. അത് അവർക്ക് ഫിക്സ് ചെയ്യാനുള്ള സംഭവമുള്ളൂ. പക്ഷേ അത് മെയിൻ ഒരു ലോങ് ടേം കോൺ എന്ന് പറയാൻ പറ്റില്ല കേട്ടോ. അതാണ് നമുക്ക് എടുത്ത് പറയാനുള്ള 2 കോണാണ്. എനിക്ക് ആകെ 2 കോണ കണ്ടുപിടിക്കാൻ പറ്റിയുള്ളൂ. എന്നുവെച്ചാൽ ഓവറോൾ നോക്കുകയാണെങ്കിൽ ഇതൊരു വൺ ഓഫ് ദ കിഡിലൻ സാധനം തന്നെ പറയാൻ സാധനത്തിന്. ഞാൻ അടുത്തുണ്ടായിരുന്ന ഈ വൈറ്റ് കളറാണ് കേട്ടോ. അത് 3 കളർ ലെവലാണ്, ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുള്ളതാണ്. പിന്നെ എന്താ പറയുക, റേഞ്ച് ഇഷ്യൂ സംഭവമൊന്നുമില്ല. ഞാൻ ചുമ്മാ വേണമെങ്കിൽ ഇപ്പോൾ സ്പീഡ് കാണിച്ചു തരാം. ഇതിൽ ഞാനിപ്പോൾ ജിയോൻ്റെ 5G സിം ഇട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു BSNL ഫൈബറും കണ്ടിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ 2 എണ്ണത്തിൽ സ്പീഡ് ടെസ്റ്റ് കാണിച്ചു തരാം. വൈഫൈ ഒന്നും ഒരു ഇഷ്യൂസ് ഇല്ല കേട്ടോ. ഞാൻ 100 MB പ്ലാൻ എടുത്തേക്കുന്നത് നമ്മുടെ വൈഫൈയിൽ. അപ്പോൾ നിങ്ങൾക്ക് ഓൾറെഡി കാണുന്നുണ്ടായിരിക്കും 97, 98, 100 ടച്ച് ചെയ്യുന്നുണ്ട് കണ്ടോ. നമുക്ക് എന്തായാലും അത് കഴിഞ്ഞ വരെ നോക്കി നോക്കാം. 104ൻ്റെ മുകളിലൊക്കെ പോകുന്നുണ്ട്. ഇനിയിപ്പോൾ അപ്ലോഡ് നോക്കി നോക്കാം. അപ്ലോഡ് നമുക്ക് ഓൾമോസ്റ്റ് ഒരു 65, 69, 70 ആ റേഞ്ചിലൊക്കെ ഇടുന്നുണ്ട്. നമ്മളിപ്പോൾ വീഡിയോ എടുക്കുന്നത് ഓൾമോസ്റ്റ് ഒരു ഈവനിങ് ആവണമെന്ന റേഞ്ചിലാണ് കേട്ടോ. അതുകൊണ്ടായിരിക്കാം 72, 73 കിട്ടുന്നുണ്ട് കേട്ടോ. അതും നിങ്ങൾക്ക് അറിയിക്കും നല്ല മഴയും സംഭവമൊക്കെ ആയിരുന്നു. ഇനി നമുക്ക് ഇത് 5Gയിലേക്ക് മാറ്റാം. 5Gയിലേക്ക് മാറ്റിയിട്ട് ഞാൻ അതിൻ്റെ ഡാറ്റാസ് ഓൺ ആയിട്ടുണ്ട്. ഇതാ അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണുന്നുണ്ടായിരിക്കും. വൈഫൈ ഓഫ് ചെയ്തു 5G ആക്കിയിട്ടാണ്. ഇനി നമുക്ക് സ്പീഡ് ടെസ്റ്റ് നോക്കാം. ഇതിൽ ആക്ച്വലി 5G+ ആണ് കിട്ടുന്നത്. നിങ്ങൾക്ക് ഇവിടെ കാണുന്നുണ്ടായിരിക്കും. 5G+ സപ്പോർട്ട് ചെയ്യുന്ന ഫോണാണ് കേട്ടോ. അപ്പോൾ ഞാൻ സ്പീഡ് ടെസ്റ്റ് കൊടുത്തു. എത്രയാണ് 170, 190, 200 ഒക്കെ റേഞ്ചിലൊക്കെ വരുന്നുണ്ട് സ്പീഡ്. അപ്ലോഡ് എന്തായാലും എനിക്ക് തോന്നുന്നു ഒരു 5ൻ്റെ താഴെ പോകുള്ളൂ. 220, 230 ഒക്കെ വരുന്നുണ്ട് കേട്ടോ സ്പീഡ് ടെസ്റ്റ്. 5G+ ആണത്. അപ്പോൾ അത് അപ്ലോഡ് നമുക്ക് ഓൾമോസ്റ്റ് ഒരു 3, 4, 5 എത്തിയാൽ ഭാഗ്യം. 5ൻ്റെ മുകളിൽ എന്തായാലും ഒരു വഴിയില്ല, 5 എത്തുന്നില്ല. അപ്പോൾ 4.7, 4.5 ആ റേഞ്ചൊക്കെയാണ് കേട്ടോ. 4.7. അപ്പോൾ സ്പീഡ് ഇഷ്യൂ സംഭവമൊന്നുമില്ല. കോൾ ഡ്രോപ്പ് അങ്ങനെ സംഭവം ഇഷ്യൂസ് ഒന്നുമില്ല. അതൊന്നും പ്രോസിലും കോൺസിലും പറയാനുള്ളതൊന്നുമില്ല കേട്ടോ. ഈ സ്പീഡ് 5G+ൻ്റെ കാര്യം വേണമെങ്കിൽ പ്രോസിൽ ഇട്ടാവുന്നേ ഉള്ളൂ. പക്ഷേ ഞാനത് എന്താ വെച്ചാൽ ഈ റേഞ്ചിൽ വരുന്ന ഫോണുകളൊക്കെ എന്ന് വെച്ചാൽ നമ്മുടെ ഇപ്പോഴത്തെ പ്രൊസസ്സറൊക്കെ സപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ സ്പെസിഫിക് ആയിട്ട് എടുത്ത് പറയാൻ കേട്ടോ. അപ്പോൾ ഹൈലി റെക്കമെൻഡ് ആണ്. ഞാൻ എന്തായാലും ബെസ്റ്റ് ബൈ ലിങ്ക് നമ്മുടെ ആമസോണിൻ്റെ താഴെ കൊടുക്കുന്നുണ്ട്. ആരെങ്കിലും ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ വാങ്ങിക്കാൻ മറക്കണ്ട കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. നമ്മുടെ 2 ചാനൽസ് മാത്രം പോയി കണ്ടുനോക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഫ്രണ്ട്സിലേക്ക് ആകുമ്പോഴേക്കും ഒന്ന് ഷെയർ ചെയ്യുക. എന്തെങ്കിലും സംശയങ്ങളൊക്കെ എൻ്റെ കമൻറ്റ് ചെയ്താൽ മതി. നമ്മളെല്ലാ കമൻറ്റും പോകുന്നതാണ്. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണാനാണെങ്കിൽ എൻ്റെ പേര് അജയ്. ഞാനൊരു ഫൈനാൻഷ്യൽ അനലിസ്റ്റാണ്. നമ്മൾ ടെക്കിലും ഫിനാൻസിലും എക്സ്പീരിയൻസോടെ ക്വാളിഫൈഡ് ആണ്. നമ്മൾ സ്മാർട്ട് ഫോൺ ആർട്ടിഫിഷ്യൽ ഫീൽഡിലൊക്കെ വർക്ക് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ എന്തായാലും നമുക്ക് വൈൻഡപ്പ് ചെയ്യാം കേട്ടോ. അടുത്ത് കാണാം.